നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 10-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 24-ാം തീയതി വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവേ നല്ല ദിവസമാണ്. ശുക്രവാരം വെള്ളിയാഴ്ച. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് ആഴ്ച ഉണ്ടായത്. ജ്യോതിഷശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട് 7 ഗ്രഹങ്ങൾക്ക് മാത്രമേ സ്വന്തമായി സ്ഥാനമുള്ളൂ. അപ്പോൾ വ്യാഴാഴ്ചയേ ഉള്ളൂ. രാഹുവിനും കേതുവും സ്ഥാനമില്ല. ഗ്രഹങ്ങൾ പട്ടികയിലുണ്ടെങ്കിൽ പോലും സ്ഥാനമില്ലാത്തതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും സ്വന്തമായി വീടുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പീരീഡ്, ആ ഒരാഴ്ചയിൽ അവർക്ക് സ്ഥാനമില്ല. അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നത്തെ ദിവസം ശുക്ര ദിവസം അനുകൂലപ്രദമാണ് എങ്കിൽ പോലും ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല കാർത്തിക നക്ഷത്രം. ഊൺനാളുകളിൽ പെടുന്നതല്ല. അതുകൊണ്ട് ഇന്ന് അത്ര കണ്ട് ശുഭകാര്യങ്ങൾക്ക് നല്ല സമയം അല്ല. കന്നിമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയായിരിക്കും. കുറേ നേട്ടഫലങ്ങളെ കൊടുക്കും. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷം. ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നവർക്ക് ഭാര്യയ്ക്ക് ജോലിയില്ല, ഭാര്യയ്ക്ക് ജോലി കിട്ടും. ഭർത്താവിന് ജോലിയില്ലാതെ അല്ലെങ്കിൽ ഉയർച്ചയില്ലാതിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന സ്ത്രീക്ക് അവരെ ഭർത്താവിന് പുരോഗതി ഉണ്ടാവും. ഭർത്താവും ഭാര്യയായിട്ട് ഒരുമിച്ച് നിൽക്കാൻ ചിലപ്പോൾ വിദേശത്ത് ഭർത്താവും സ്വദേശത്ത് ഭാര്യയും, വിദേശത്ത് ഭാര്യയും സ്വദേശത്ത് ഭർത്താവും, ഇവർ രണ്ടുപേർക്കും ഒന്നിച്ചിരിക്കാൻ അല്ലെങ്കിൽ ഒരിടത്ത് നിന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങും. അതുപോലെ കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കുന്നേ ഇല്ല, ഓരോ കാരണങ്ങളാൽ മംഗല്യം തടസ്സപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് വിവാഹം അനുകൂലമാകാനായിട്ട് ഇടവരുന്ന കാലയളവാണ്. അതുപോലെ മക്കളെ കല്യാണം നടത്തി കൊടുക്കണം, മക്കളെ ദാമ്പത്യ ജീവിതത്തിൽ അത്ര സ്വൈരമായി പോകുന്നില്ല, ഇതിനെയൊക്കെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും ഈ കാലയളവ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഈ സമയത്ത് ഇറങ്ങി പോയാൽ അത് വിജയിക്കും. അതുപോലെ ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. യാത്രയ്ക്ക് മാത്രം എടുക്കുന്ന ഒന്നാണ് രാഹുകാലം. രാഹുകാല സമയം നോക്കി യാത്രയ്ക്ക് ഇറങ്ങുക. രാഹുകാല സമയം വരുന്നത് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 10:30 മണി മുതൽ 12 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം 10:43 തൊട്ടേ തുടങ്ങുള്ളൂ. ഒരു 13 മിനിറ്റ് കഴിഞ്ഞിട്ടേ രാഹുകാലം തുടങ്ങുള്ളൂ. ഒരു 13 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. 12-11 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ശുഭകാര്യങ്ങൾക്ക്, ശുഭയാത്രയ്ക്ക് എടുക്കാതിരിക്കുക. മറ്റ് മുഹൂർത്തങ്ങൾക്കൊന്നും രാഹുകാല സമയം ബാധകമല്ല. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഗുളികൻ്റെ സമയം വരുന്നത് 7:45 തൊട്ട് 9:14 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3 മണി 9 മിനിറ്റ് തൊട്ട് 5 മണി 4 മണി 36 മിനിറ്റ് വരെയും, 3:09 തൊട്ട് 4:36 വരെയും. അതുപോലെ ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഇന്നത്തെ ദിവസവും അഭിജിത്ത് മുഹൂർത്തത്തിന് കാർത്തിക നക്ഷത്രം എന്ന മുഹൂർത്തം ഇല്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം ശരിക്ക് എല്ലാ ദിവസവും ഉദയം തൊട്ട് 14 നാഴിക മുതൽ 16 നാഴിക വരെ 2 നാഴിക 48 മിനിറ്റ്, 2 നാഴിക എന്ന് പറഞ്ഞാൽ 48 മിനിറ്റ്, ഇതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്കെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക പരിരക്ഷ, പ്രത്യേക ഒരു കവചം നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:47 തൊട്ട് 12:35 വരെ, ഇതിൽ 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. ഈ സമയം നമുക്കെടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ചുവന്ന കളറ് വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം.
റെഡ് കളറ് ഉൾപ്പെടുത്തണം. അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ പ്രപഞ്ചത്തിൽ നിന്ന് ശുക്രൻ്റെ പവറ്, ശുക്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വസ്ത്രത്തിന് ശക്തിയുണ്ട്, കളറിന് ശക്തിയുണ്ട്. ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.